എന്താണ് സുഹൃത്തുക്കളെ, സുഖമല്ലേ? ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പാർലമെൻറ്റിൽ പോയിട്ട് പ്രവാസികൾക്ക് വേണ്ടി ശബ്ദിച്ച ഒരു നേതാവുണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിൽ തന്നെയാണ്. പേരെടുത്ത് പറയുകയാണ്, ഷാഫി പറമ്പിൽ തന്നെയാണ്. അതിലേറെ പറയാനുള്ളത് ഷാഫി പറമ്പിലിനെ വിജയിപ്പിച്ച വടകരയിലുള്ള ജനങ്ങളോടാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവ് പരാജയപ്പെട്ടിട്ടില്ല. നിങ്ങളാണ് സത്യത്തിൽ നല്ലൊരു നേതാവിനെ തിരഞ്ഞെടുത്തത്. നിങ്ങളാണ് പ്രവാസികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി ഷാഫി പറമ്പിലിനെ തിരഞ്ഞെടുത്തതും വിജയിപ്പിച്ച നിങ്ങൾക്കാണ് പ്രവാസിയായ ഞങ്ങളുടെ ആദ്യത്തെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം പാർലമെൻറ്റിൽ പോയിട്ട് പ്രവാസികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതൊക്കെ പ്രവാസികൾക്ക് ഒരുപാട് സന്തോഷമാവുന്ന കാര്യമാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് പ്രവാസികളുണ്ട്. പ്രവാസ ലോകത്ത് പ്രവാസികളായിട്ട് ഒരുപാട് പേരുണ്ട്. അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെയാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. സീസൺ ടൈമിന് ടിക്കറ്റിന് റേറ്റ് കൂട്ടുന്നതും അല്ലാത്ത ടൈമിന് കുറക്കുന്നതും പിന്നെയും കൂട്ടുന്നതൊക്കെ. അപ്പോൾ അതിനൊക്കെ വേണ്ടി പ്രവാസികൾക്ക് വേണ്ടി ഒരു ശബ്ദിച്ച ഒരേ ഒരു നേതാവ് പാർലമെൻറ്റിൽ ഉണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിൽ തന്നെയാണ്. എല്ലാവരും പാർലമെൻറ്റിലേക്ക് പോകുന്നുണ്ട്. കടന്നുറങ്ങിയിട്ടും കണ്ണ് പൂട്ടിയിട്ടും ഉറക്കം തൂങ്ങിയിട്ടും ഫ്ലൈറ്റ് ലേറ്റായിട്ടൊക്കെ ഒരുപാട് നേതാക്കന്മാരെ ഞാനും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു നേതാവ് എന്ന് പറയുന്നത് തന്നെ. അങ്ങനെയുള്ള നേതാവിനെയാണ് ഞങ്ങൾക്ക് ഇനിയും ആവശ്യം. ഇതുപോലെയുള്ള നല്ലൊരു യുവത്വം, ഇതിലേറെ പറയാനുള്ളത് നല്ലൊരു നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിനെ പോലെയുള്ളവർ കേരളത്തിൽ ഉണ്ടാവണം. പാർലമെൻറ്റിലും നിയമസഭയിലും ലോകസഭയിലും ഒക്കെ ഉണ്ടാവണം. അതിനുവേണ്ടി അങ്ങനെയുള്ള നേതാവിനെ ആയിരിക്കണം ഇനി ഞങ്ങളുടെ തിരഞ്ഞെടുക്കേണ്ടത്. ഞങ്ങൾക്കറിയാൻ പറ്റുമല്ലോ ഇത്ര കൊല്ലമായിട്ടും ഓരോരാളും എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. അവരൊക്കെ ഒന്ന് മാറ്റി നിർത്തി പുതിയ തലമുറയെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് ഇതേപോലെ നമ്മുടെ മുത്ത് മാണിക്കക്കല്ല് ഷാഫി പറമ്പിലിനെ പോലെയുള്ള നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഞാനും നിങ്ങളും എല്ലാവരും പരിശ്രമിക്കുക. ഇനിയും പ്രവാസികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ വരട്ടെ എന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം.